അപ്പോൾ നാജി മാഡം എങ്ങനെയുണ്ട് നമ്മളൊരു എക്സ്പീരിയൻസ് സെൻറ്ററിൻ്റെ ഒരു റിവ്യൂ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ സൈറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും മെറ്റീരിയലിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു തന്നു. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായത്? മൊത്തത്തിൽ ഈ ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ ഉഷാറായിട്ടുണ്ട്. പ്രത്യേകിച്ച് കിച്ചണിൻ്റെ അറേഞ്ച്മെൻറ്റ്സും ഇതൊക്കെ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞില്ല. അതെനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ കാണിച്ചു തരേണ്ടി വന്നു. അങ്ങനെ ഈസി ആയിട്ട് കാണിച്ചു തന്നു, ഇത് ചെയ്യണം. അതുപോലെ തന്നെ മെറ്റീരിയൽ, കിച്ചൺ ക്യാബിന് ഏത് മെറ്റീരിയൽ ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ഇത് തന്നെ മതി എന്നുള്ള. പിന്നെ ഞങ്ങളവിടെ ഒരുപാട് ഐറ്റംസ് കാണിച്ചു തന്നു, അതിൻ്റെ ഡ്രോബാക്സും അഡ്വാൻറ്റേജസും ഒക്കെ പറഞ്ഞു തന്നു. അപ്പം അതിന് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു ഇത് പെട്ടെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റി. പോട്ടിൻ്റെ കാര്യം എങ്ങനെ അറേഞ്ച് ചെയ്യണം, സ്പേസ്, അതൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റി. എക്സ്പീരിയൻസ് സെന്റർ ഏതായാലും നല്ല ഉഷാറായിട്ടുണ്ട്. ഫർണിച്ചറിന്റെ സൈസ് കാര്യങ്ങളൊക്കെ അതുപോലെ ക്യാബിനറ്റിന്റെ ഹൈറ്റ്, മെയിൻലി നമ്മളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനെന്താ പറയാ, നിൽക്കണില്ല. അത് എന്റെ മനസ്സിലുണ്ടായിരുന്ന സംഭവമാണ്. അതിന് ചൂണ്ടിക്കാണിച്ചത് വേണം ഞാൻ പറഞ്ഞു. നേരിട്ട് കാണുമ്പോ നമുക്ക് അതെന്താണെന്ന് പറയാൻ കഴിഞ്ഞു. ഇതൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്ന സംഭവമാണ്. ഹാപ്പിയാണ്. ഇന്റീരിയർക്ക് എത്തുമ്പോഴാണ് നമുക്ക് അറിയണം, അപ്പോഴാണ് നമ്മുടെ ആ സ്വപ്നം ഡ്രീം കം ട്രൂ എന്നുള്ളത് അപ്പോഴാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.